Hello, I'm Dr. Preeti Kora, Consultant Cosmetic Gynecologist, Vimala Hospital, Éറ്റുമാനൂർ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഫീമെയിൽ സെക്ഷൽ ഡിസ്ഫങ്ഷൻസിനെ കുറിച്ചാണ്. വളരെ കോമൺ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണെങ്കിലും വളരെ ലെസ് ഡിസ്കസ്ഡും ഒത്തിരി ആൾക്കാർ തുറന്നു പറയുകയും ചെയ്യാത്ത പ്രശ്നങ്ങളാണ് ഫീമെയിൽ സെക്ഷൽ ഡിസ്ഫങ്ഷൻസിനുള്ളത്. അപ്പം ആദ്യം തന്നെ ഇതൊരു ഡിസീസ് അല്ല, ഇതൊരു ഡിസ്ഫങ്ഷനാണ്. അതായത് പല സ്ത്രീകൾക്കും പലതരത്തിൽ പല രീതിയിലുമാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുക. ഫസ്റ്റ് ഓഫ് ഓൾ എന്തൊക്കെയാണ് ഈ പ്രശ്നങ്ങളെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഫീമെയിൽ സെക്ഷൽ ഡിസ്ഫങ്ഷൻസിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ളത് പെയിൻ ഡിസോർഡേഴ്സ് ആണ്. അതായത് വേദന കോണ്ടാക്ട് ചെയ്യുമ്പോഴും സെക്ഷൽ പെനിട്രേഷന് സമയത്തും അത്യധികമായ വേദന അനുഭവപ്പെടുക. അതിനാണ് പെയിൻ ഡിസോർഡേഴ്സ് പറയുന്നത്. സെക്കൻഡ് പ്രശ്നമാണ് ഡിസയർ പ്രോബ്ലംസ്. അതായത് സെക്സിനോട് താല്പര്യമില്ലായ്മ, ഡിസയർ കുറവ്, ഈ അവസ്ഥയ്ക്കാണ് ഡിസയർ പ്രോബ്ലംസ് പറയുന്നത്. തേർഡ് പ്രശ്നമാണ് എറോസൽ ഡിസോർഡേഴ്സ്. അതായത് എറോസ് ആവാനായിട്ടുള്ള സമയമെടുക്കുക എന്ന പ്രശ്നത്തിനാണ് എറോസൽ ഡിസോർഡേഴ്സ് പറയുന്നത്. നാലാമത്താണ് ഓർഗാസം ഡിസോർഡേഴ്സ്. അതായത് രതിമൂർച്ച എത്തുവാനുള്ള ബുദ്ധിമുട്ടിനെയാണ് ഓർഗാസം ഡിസോർഡേഴ്സ് പറയുന്നത്. ഈ 4 പ്രശ്നങ്ങളാണ് കൂടുതലായിട്ടും സ്ത്രീകൾക്ക് സെക്ഷൽ ഡിസ്ഫങ്ഷൻസ് ആയിട്ട് കാണാറുള്ളത്. അപ്പോൾ അടുത്തതായിട്ട് ഇതിൻ്റെ കോസസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 2 പ്രധാനപ്പെട്ട കോസസ് ആണ് ഇതിനുള്ളത്. ഒന്ന് ബോഡി ഡിസോർഡേഴ്സ്, നെക്സ്റ്റ് മൈൻഡ് ഇഷ്യൂസ്. അപ്പോൾ ഫസ്റ്റ് ബോഡിയിലെ പ്രോബ്ലംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പം പല സ്ത്രീകൾക്കും ഒരു സൈക്ലിക്കൽ ചേഞ്ച് എപ്പോഴും ഈ സെക്സിനോട് താല്പര്യത്തിലുണ്ടാവും. മിഡ് സൈക്കിൾ അല്ലെങ്കിൽ ഓവുലേഷൻ പീരീഡിലായിരിക്കും പലപ്പോഴും സെക്സിനോട് കൂടുതൽ താല്പര്യം ഉണ്ടാവുക. പിന്നെ പ്രീ ഡെലിവറി ആൻഡ് പോസ്റ്റ് ഡെലിവറി നമുക്ക് സെക്ഷൽ ഡിസയർ കുറയും. അതുപോലെ തന്നെ മെനോപോസ് ആകുന്ന ഏജിൽ, പെരിമെനോപോസൽ ഏജ് ഒരു 45 ഏജിന് ശേഷം പലപ്പോഴും സ്ത്രീകൾക്ക് ഡിസയർ കുറയും. അതോടെ ഹോർമോൺ ലെവൽ വേരിയേഷൻ വരുന്നതുകൊണ്ടും ഡ്രോപ്പ് ചെയ്യുന്നത് കൊണ്ടുമാണ്. 4ാമത്തെ പ്രശ്നം കൂടുതലായിട്ടും ഈ ക്രോണിക് ഡെബിലിറ്റേറ്റിംഗ് ഡിസീസ് ഉള്ളവർക്ക്, ക്രോണിക് ഡിസീസസ് ലൈക്ക് ഡയബറ്റിസ് അല്ലെങ്കിൽ അനീമിയ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് എപ്പോഴും ഇതിനോട് താല്പര്യക്കുറവുണ്ടാവും. അപ്പോൾ നമ്മുടെ ഓവറോൾ ജനറൽ ഹെൽത്ത് മോശമായിരിക്കുന്ന ഏത് കണ്ടീഷനിലും, പ്രത്യേകിച്ച് അനീമിയൊക്കെ ഉള്ളപ്പോൾ നമുക്ക് ഓവറോൾ ക്ഷീണമുള്ളതുകൊണ്ട് സെക്ഷൽ ഡിസയേഴ്സ് എപ്പോഴും കുറവായിരിക്കും. അപ്പം ഫസ്റ്റ് തന്നെ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത് നമ്മുടെ ബോഡിയുടെ ഇഷ്യൂസാണ്, നമ്മുടെ ജനറൽ ഹെൽത്ത് ഓക്കെ ആക്കുക എന്നുള്ളതാണ്. ഇനി സെക്കൻഡ് കോസ് എന്താണെന്ന് നമുക്ക് നോക്കാം. അത് മനസ്സിൻ്റെ പ്രോബ്ലംസ് ആണ്, മൈൻഡ് ഇഷ്യൂസ്. അതിൻ്റെ അകത്ത് ഏറ്റവും കോമൺ ആയിട്ടുള്ളത് 4 കാര്യങ്ങളാണ്. ഒന്ന് ഫിയർ, ഇഫ് യു ആർ അഫ്രെയ്ഡ് ഓഫ് സെക്സ്. രണ്ടാമത്തത് അബ്യൂസ്, എസ്പെഷ്യലി ചൈൽഡ്ഹുഡ് അബ്യൂസ്. മൂന്നാമത്തത് വർക്ക് റിലേറ്റഡ് പ്രോബ്ലംസ്, നമ്മുടെ ജോലിയിലുള്ള സ്ട്രെസ്സും കാരണങ്ങളും. പിന്നെ ഓവറോൾ നമ്മുടെ ജനറൽ സ്ട്രെസ്ഫുൾ കണ്ടീഷൻ ആണെങ്കിൽ ഈ 4 കണ്ടീഷൻ ഉള്ളവർക്കാണ് കൂടുതലും മൈൻഡിൻ്റെ പ്രശ്നങ്ങൾ, സെക്സിനോട് താല്പര്യക്കുറവ് ഉണ്ടാക്കുക. അപ്പോൾ ഫസ്റ്റ് ഇഷ്യൂ ഫിയർ ആണ്. അപ്പോൾ പല പെൺകുട്ടികളും ഒരു വിവാഹത്തിലേക്ക് കടക്കുമ്പോൾ അവർക്ക് സെക്സിനെ കുറിച്ച് വളരെ പേടിയാണ്. എസ്പെഷ്യലി പെനിട്രേഷൻ ഭയങ്കര പെയിൻഫുൾ ആയിരിക്കുമോ എന്നുള്ള പേടിയാണ്. അപ്പം അതിന് നമുക്ക് ചെയ്യേണ്ടത് ഏറ്റവും നമ്മുടെ പാർട്ട്ണറുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഇമ്പ്രൂവ് ചെയ്യുക. അതുകൊണ്ട് വളരെ സ്ലോ ആയിട്ടേ ഉള്ളൂ ഒരു പെനിട്രേറ്റീവ് സെക്സിലേക്ക് കടക്കാവുള്ളൂ. സെക്കൻഡ് ആയിട്ടുള്ള ഇഷ്യൂ ആണ് അവരുടെ മെൻ്റൽ സ്ട്രെസ്സ്. ജോലി, പല IT മേഖലയിലുള്ള ജോലിയിലുള്ള ദമ്പതികളാണെങ്കിൽ പലപ്പോഴും തിരക്കായിരിക്കും. അപ്പോൾ ആ ജോബ് റിലേറ്റഡ് സ്ട്രെസ്സ് പലപ്പോഴും ഒരു വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ ആ സ്ട്രെസ്സ് വീട്ടിൽ കണ്ടിന്യൂ ചെയ്യുകയും അങ്ങനെ അവർക്ക് സെക്സിനോട് താല്പര്യമില്ലായ്മയും നമ്മൾ വളരെ കോമൺ ആയിട്ട് ഇപ്പം കാണാറുണ്ട്. മൂന്നാമത്തെ ഒരു ഇഷ്യൂ ആണ് ജനറൽ ഓവറോൾ സ്ട്രെസ്സ്. പല കാര്യങ്ങളെക്കുറിച്ചും സ്ട്രെസ്ഫുൾ ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ലൈംഗികതയോടും ഭർത്താവിനോടും ഒന്നും താല്പര്യം ഉണ്ടാകാൻ സാധ്യതയില്ല. അപ്പോൾ സ്ട്രെസ്സ് കുറയ്ക്കുക, മെഡിറ്റേഷൻ, എക്സസൈസ് ഒക്കെ ചെയ്യുക എന്നുള്ളതാണ് അതിനുള്ള പരിഹാരം. അടുത്ത കോമൺ കോസാണ് ചൈൽഡ്ഹുഡ് അബ്യൂസ്. ഇപ്പോൾ ഒരു ചൈൽഡ് ആയിരിക്കുമ്പോഴോ അതുപോലെ ഫസ്റ്റ് മാരേജിലോ ഒക്കെ പലപ്പോഴും പല പെൺകുട്ടികൾ അബ്യൂസ് ചെയ്യപ്പെടാറുണ്ട്. അപ്പം ഈ ലൈംഗികമായിട്ട് അവരെ അബ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് പിന്നീട് ലൈംഗിക ബന്ധത്തിനോട് തന്നെ വളരെയധികമായ ഭയവും അതുപോലെ തന്നെ ഒരു റിലേഷൻഷിപ്പിലേക്ക് കയറാനുള്ള പേടിയും ഒക്കെ ഉണ്ടാവും. ഈ 4 ഇഷ്യൂസാണ് നമ്മളെ പൊതുവെ സ്ത്രീകൾക്കുണ്ടാകുന്ന സെക്ഷൽ ഡിസ്ഫങ്ഷൻസിന് പ്രധാനപ്പെട്ട മെൻ്റൽ കാര്യങ്ങൾ. അപ്പം ഇങ്ങനത്തെ എന്തെങ്കിലും പ്രോബ്ലംസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതിന് ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ സ്വന്തമായിട്ട് ഇതിന് ട്രീറ്റ്മെൻറ്റ് വേണമെന്ന് മനസ്സിൽ തോന്നി ഒരു കോസ്മെറ്റിക് ഗൈനക്കോളജിസ്റ്റിനെ അല്ലെങ്കിൽ ഒരു സെക്ഷൽ ഫിസിഷ്യനെ കൺസൾട്ട് ചെയ്യുക എന്നുള്ളതാണ്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് ടു കം ഫോർവേഡ് ആൻഡ് ടോക്ക് അബൌട്ട് യുവർ പ്രോബ്ലംസ്. നമ്മളങ്ങനെ ഓപ്പണായിട്ട് ഡിസ്കസ് ചെയ്താലേ ഉള്ളൂ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കുകയുള്ളൂ.